6 വയസ്സിൽ പൊങ്ങം വന്നപ്പോ നേർന്നതാ. എന്നിട്ട് നീ ഇതുവരെ അത് കഴിച്ചില്ലല്ലോ. ഇപ്പൊ അവിടെ വിട്ടേക്ക്. അവളെ കൊണ്ട് താരം പിടിപ്പിച്ച് അവരവിടെ നിർത്തിക്കോളും. അതിന് ഇനിയും സമയമുണ്ടല്ലോ. നിനക്കെന്താ ഇവളെ എന്റെ കൂടെ അയക്കാൻ ഒരു ബുദ്ധിമുട്ടുള്ളത് പോലെ? അയ്യോ, അങ്ങനെയൊന്നും അല്ല, ഞാൻ അയക്കാം. ഹാ, ഇപ്പൊ വേണ്ട, പതുക്കെ ആലോചിച്ചിട്ട് മതി. ഇവളെ എന്റെ കൂടെ അയച്ചാൽ ഒരു വേലക്കാരിയെ പോലെയല്ല, എന്റെ മോളെ പോലെ നോക്കിക്കൊള്ളാം. ഇറങ്ങട്ടെ മോളെ, ഇറങ്ങട്ടെ. രണ്ടു വലി വലിച്ചു കള. അതുകൊണ്ട് മാത്രം വയറു നിറച്ച പോരല്ലോ. എന്തൊരു കഷ്ടമാണിത്. ഞാനിങ്ങനെ ഒരിടത്ത് കുത്തിയിരിക്കുക, എന്നിട്ട് നിങ്ങൾ എന്നെ തീറ്റിപ്പോറ്റുക. അതിപ്പോ അങ്ങനെയല്ലേ? ആവതുള്ളപ്പോ വേലയെടുത്ത് ഞങ്ങൾക്കും തരുന്നുണ്ടല്ലോ. മതി, തിന്ന്. എന്താ, എന്തിനാ കരയുന്നേ? എന്നെ അവിടെ നീറ്റിൽ നിലനിർത്തുന്നില്ലെന്നേ. രാവിലെ ഉണർന്നാ ഉടനെ ഒരു ചോദ്യം, എപ്പോഴാ വരിക, എങ്ങനെയാ വരിക, ആരാ കൊണ്ടുവരിക? സമാധാനം ചോദിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞ് ഞാൻ ഓടി വന്നതാ. മനസ്സിലായില്ല അല്ലേ? നെല്ലിൻ ചാക്ക് കൊണ്ടുവന്നത് ഓർമ്മയുണ്ടോ? ഇവിടത്തെ പെണ്ണിനെ അങ്ങോട്ട് പറഞ്ഞു വയ്ക്കാമെന്ന് പറഞ്ഞു. അത് പറഞ്ഞു. അത് കൊള്ളാം. പിന്നെ ഇവിടെ തരാൻ പറഞ്ഞ് തന്നയച്ചതാ. എന്തോ? ഓ, എന്നാ പെങ്കൊച്ചിനെ അയക്കുകയില്ലേ? ഇല്ലെങ്കിൽ ഇല്ലാന്ന് പറയണം. എനിക്ക് വേറെ ആളെ നോക്കണം. ഞാനവളെ അയക്കാൻ പിള്ളേ. ഇപ്പോഴാണ് ഇവളുടെ വായി പഞ്ചാര വിതറേണ്ടത്. ഒരു നല്ല കാര്യം പറഞ്ഞല്ലോ. പിള്ളച്ചേട്ടൻ പൊക്കോ. നാളെ രാവിലെ പിള്ളച്ചേട്ടൻ ബംഗ്ലാവിന്റെ വാതിൽ തുറന്ന് നോക്കുമ്പോ എന്റെ മോളുടെ മുഖമായിരിക്കും കണി കാണാൻ പോണത്. പൊക്കോ. എന്റെ കോട്ട. എനിക്ക് വയ്യമ്മേ, കണ്ടെടുത്ത് പോയി വല്ലവരുടെയും അടുക്കളപ്പണി ചെയ്യാൻ. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ മോളെ? അവരെ വെറുപ്പിക്കാൻ പറ്റൂ? നിന്നെ ഈ പ്രായത്തിൽ കണ്ടെടുത്ത് വേലയ്ക്ക് വിടുന്നാൽ അമ്മയ്ക്ക് വേദനയില്ലാഞ്ഞിട്ടാണോ? എടി, നീ പോകണ്ട. ഇവിടെ നിന്നിട്ട് നീ എന്ത് ചെയ്യാൻ പോകുന്നു? ഞാനിവിടെ പട്ടിണി കിടന്നോളാം. അപ്പൊ ഞാനും പട്ടിണി കിടക്കണം അല്ലേ? എടി, നിന്റെ സ്ഥാനത്ത് ഒരു ആങ്കൊച്ചായിരുന്നെങ്കിൽ കട്ടോ പിടിച്ചു പറിച്ചിട്ടെങ്കിലും അവൻ എന്റെ വയറ് നിറച്ചേനെ. ദിവസവും 2 rupees എനിക്ക് കള്ളു കുടിക്കാനും തന്നേനെ. നിങ്ങൾ എന്തിനാ അവളെ ഇങ്ങനെ നിർബന്ധിക്കുന്നത്? അവൾക്ക് പോകാൻ ഇഷ്ടമില്ലെങ്കിൽ പോകണ്ട. എന്താണ്? ഞാൻ പോകാം. ഞാൻ പോയി ജോലി ചെയ്ത് അച്ഛന് ചോറ് തരാം, കള്ളു കുടിക്കാനുള്ള പാശം കൊണ്ട് തരാം. പോരെ? അങ്ങനെ എന്റെ മോക്ക് നല്ല ബുദ്ധി തോന്നട്ടെ. എന്താ ഇവിടെ ഒരു ബഹളം? ഞാൻ എന്റെ ഭാര്യയെ തല്ലി, മനസ്സിലായോ? അത് ചോദിക്കാൻ നീ ആരാ? പോലീസോ? പുത്തമ്പുരയിലെ അമ്മയുടെ ബംഗ്ലാവില് എന്നെ ജോലിക്ക് നിർത്താൻ പോവാ. വേണ്ടെന്ന് പറഞ്ഞതിനാ അമ്മ തല്ലിയത്. വേണ്ട വേണ്ട, നീ എവിടെയൊന്നും പോയി ജോലി ചെയ്യണ്ട. അത് പറയാൻ നീ ആരാടാ? നാളെ രാവിലെ ഇവിടെ നിന്ന് ഇറങ്ങിയില്ലെങ്കിൽ ഇവിടെ ഒരു ചോടക്കളമായിരിക്കും. എന്ത് സംഭവിച്ചാലും ശരി, നിങ്ങൾ ആരും ഇവിടെ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ പോകുന്നില്ല. ഞാനത് സമ്മതിക്കില്ല. ശിവരാമേട്ടാ, നിങ്ങൾ എന്തിനാ ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നത്? ഞാൻ പോകാൻ തീരുമാനിച്ചു, പോകും. കേട്ടോടാ, കേട്ടോ? നീ ഇങ്ങോട്ട് കയറി ഭരിക്കാനൊന്നും വരണ്ട. പോകണം. സാവിത്രി, നീ പോയാൽ എങ്ങനെ? നീയാണ് എനിക്കിവിടെ ഉള്ളൊരാശ്വാസം. നിനക്കറിഞ്ഞൂടെ, നിന്നെ കാണാതെ
ഒരു നിമിഷം പോലും എനിക്കിവിടെ കഴിയാൻ പറ്റില്ല. ഇഷ്ടമുണ്ടായിട്ട് പോവല്ലേ? ഞാൻ പോയില്ലെങ്കിൽ ഈ വീട്ടിൽ കൊലപാതകം നടക്കും. അച്ഛനമ്മയെ കൊല്ലും. ഒരു വീട്ടിൽ അടുക്കളപ്പടി ചെയ്യാനല്ലേ അച്ഛൻ പറഞ്ഞുള്ളൂ. വേറൊന്നിനും എന്നെ കൊടുത്ത് കാശ് വാങ്ങിയില്ലല്ലോ. അത് തന്നെ ഭാഗ്യം. ബസ്സിന് സമയമായി അല്ലേ? നീ യാത്ര ചോദിക്കാൻ വരണ്ടായിരുന്നു. അതെനിക്ക് ദുഃഖമാണ്. പോയിട്ട് വരൂ. എവിടെയാണെങ്കിലും നിനക്ക് നല്ലതേ വരും. എന്റെ കൈ സുഖമാവട്ടെ. ഞാൻ നിന്നെ ഒന്ന് കാണാം. ഞാൻ പോട്ടെ. പൊയ്ക്കോ. സാവിത്രി, ഒന്നുമില്ല. ഇനി എത്ര നാൾ കഴിഞ്ഞ ഞാൻ നിന്നെ നല്ലോണം ഒന്ന് കണ്ടോട്ടെ. ഇനി പൊയ്ക്കോളൂ, പൊയ്ക്കോളൂ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്താ ചോദിക്ക. ചേട്ടന് എന്നെ ഇഷ്ടമാണോ? അതെന്താ നീ അങ്ങനെ ചോദിച്ചത്? നിന്നോട് മാത്രമേ എനിക്കിഷ്ടമുള്ളൂ. ചേട്ടൻ എന്നോട് സ്നേഹമാണോ? നിന്നെ മാത്രമേ എനിക്ക് സ്നേഹിക്കാൻ കഴിയൂ. ചേട്ടാ, നമ്മൾ ഒരുമിച്ച് വളർന്നു, ഒരുമിച്ച് ജീവിച്ചു. ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചു. എനിക്കറിഞ്ഞൂടാത്ത കാര്യങ്ങൾ ചേട്ടൻ എനിക്ക് പറഞ്ഞു തന്നു. ഒന്നു മാത്രം ഞാൻ ചോദിച്ചില്ല, ചേട്ടൻ പറഞ്ഞുമില്ല. എന്നോട് എങ്ങനത്തെ സ്നേഹമാ ചേട്ടന്? എടി മോളെ, ഇപ്പോഴാണ് നീ വലുതായെന്ന് എനിക്ക് മനസ്സിലായത്. ഇത്രനാളും നീ എനിക്കൊരു കൊച്ചുകുട്ടിയായിരുന്നു. ഞാനെടുത്ത് ഓമനിച്ചുകൊണ്ട് നടന്ന കൊച്ചു കുഞ്ഞ്. ഇപ്പൊ ഞാൻ കേട്ടത് ഒരു പുരുഷൻ ആവശ്യപ്പെടുന്ന പെണ്ണിന്റെ ശബ്ദമാണ്. ഞാനിത് മനസ്സിലാക്കാൻ വൈകി. എനിക്ക് ആരോഗ്യമുണ്ട്, ജോലി ചെയ്ത് ഒരു പെണ്ണിനെ പോറ്റാനുള്ള കഴിവുമുണ്ട്. ഈ നാട്ടിൽ എന്റെ ഭാര്യയാകാൻ എനിക്ക് ഒരുപാട് പെണ്ണുങ്ങളെ കിട്ടും. എനിക്കില്ലാത്തത് ഒരു സഹോദരിയാണ്. എനിക്ക് വേണ്ടത് അതാണ്. നീ എന്റെ കൊച്ചു പെങ്ങളാണ്. ചേട്ടാ, എനിക്ക് തെറ്റി. എന്നോട് ക്ഷമിക്കണം.
എനിക്കില്ലാത്തതും സഹോദരനാണ്. എനിക്കൊരാങ്ങളെ കിട്ടി. കരയാ പോയിട്ട് വരും. സാത്രി, ആ പൂവൊന്ന് ഒട്ടിച്ചേ, ഫ്ലവർ വൈസ് വെക്കാനേ. എന്താ സാത്രി? എനിക്കൊരു പേന വേണം, അമ്മയ്ക്ക് എഴുതാനാ. ആ മേശപ്പുറത്തുണ്ട്, എടുത്തോളൂ. സാത്രി, അതിൽ മഷി ഉണ്ടോ നോക്കിക്കേ. ഉണ്ട്. അയ്യോ, ഇത് പഴയ ഇല്ലെന്നാണല്ലോ. അയ്യോ, ഇതിലെഴുതിയ പോവില്ലേ? അമ്മ തന്നതാ. പോ, എഴുത്തിടുമ്പോഴേ പോസ്റ്റ് ബോക്സിന് വായുണ്ടല്ലോ, അതിൽ പറഞ്ഞാ മതി ഇതെന്റെ അമ്മയുടെ തന്നെ കൊണ്ട് കൊടുക്കണേന്ന്. ആ, അമ്മയ്ക്ക് എഴുതുമ്പോഴേ ഇതുകൂടെ എഴുതിയേക്കണേ. ഇവിടെ